മിക്ക മനുഷ്യരും ദൈവത്തിൻ്റെ ഇഷ്ടം അവഗണിക്കുകയും തൻ്റെ ഇഷ്ടം തന്നിഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ അവൻ്റെ ജനനം മുതൽ നിയന്ത്രിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ബസ് തടയുക, വലിയ അക്രമമൊക്കെ നടന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക് അത് ഓർത്തെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുക. 74 SSLCയുടെ ഫൈനൽ എക്സാമിനേഷൻ്റെ കണക്കിൻ്റെ വിവാദമാണ് ഞാനിവിടെ പറഞ്ഞത്. എൻ്റെ ജീവചരിത്രത്തിൽ ദൈവം എഴുതി വച്ചിരുന്ന ഒരു കാര്യമാണ് എന്ത്? ഞാൻ പ്രേഷിതനായി തീരണം എന്നുള്ളത്. ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ കർത്താവിനെ സാക്ഷിക്കുവാൻ, അത് ഒരു അഭിമാനമായി കാണുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഇതൊക്കെ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു വീരസം പറയുന്നതായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു ദൈവ പൈതലിൻ്റെ ധർമ്മമാണ് ദൈവാത്മാവ് എന്നിൽ കൂടെ നിർവഹിച്ചു പോരുന്നത്. ഇതൊന്നും ഒരു പേരിനോ പെരുമയ്ക്കോ വേണ്ടി പറയുന്നതല്ല എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറേ ഭാഗങ്ങൾ വിട്ട് ഞാൻ പറയട്ടെ. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ അഥവാ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ അവസാന സമയം, 10ാം ക്ലാസ് SSLCക്ക് ഞാൻ പഠിക്കുന്ന കാലം, അതാണ് എൻ്റെ ജീവിതത്തിലെ സുവിശേഷകൻ എന്ന ആ സ്ഥാനത്ത് ഞാൻ അറിയപ്പെടുവാനും വിളിക്കപ്പെടാനും മുഖാന്തരമായി തീർന്ന അനിതര സാധാരണമായ വിളി നടക്കുന്നത്. ഞാൻ ചില വചനങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് വായിച്ച ഞാൻ ആ അനുഭവം പറയാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവിനോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. എൻ്റെ പിതാവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. അത് ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല, എല്ലാവരെയും സംബന്ധിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ വ്യക്തമായി പറയട്ടെ, ആ ദൈവം ഉദ്ദേശിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്താത്തതാണ് അവൻ്റെ പരാജയം. തിരുവെഴുത്ത് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഏതൊരു വ്യക്തിയെക്കുറിച്ചും ശുഭകരമായ ഒരു ജീവിതമാണ്. യിരെമ്യാ പ്രവചനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഒരു ശുഭ ജീവിതം, ഒരു ശുഭകരമായ, നിങ്ങളെക്കുറിച്ച് ദൈവം വിചാരിക്കുന്ന ശുഭത, ശുഭകരമായ കാര്യം. അതെന്നെ ശ്രദ്ധിക്കുന്ന ഈ കർത്താവായ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ വരാത്ത എൻ്റെ ബഹുമാന്യരായിട്ടുള്ള, ഹൃദയപൂർവ്വം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെക്കുറിച്ചും ദൈവത്തിനുള്ളത് ഒരു വലിയ ഉദ്ദേശമാണ്. പക്ഷേ നിങ്ങൾ ആ ഉദ്ദേശത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. പലപ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ആ ദൈവ ഉദ്ദേശത്തിന് വിരുദ്ധമായി വേറൊരു ഉദ്ദേശം അഥവാ ഇഷ്ടം, ദൈവേഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദ വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഇഷ്ടവും സ്വാർത്ഥപരമായ, സ്വേച്ഛാപരമായ ജീവിതവും എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ അതിന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്ക് തന്നിഷ്ടം എന്നാണ്. മിക്ക മനുഷ്യരും ദൈവത്തിൻ്റെ ഇഷ്ടം അവഗണിക്കുകയും തൻ്റെ ഇഷ്ടം തന്നിഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? സമൂഹത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, LP ക്ലാസ്സസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മയക്കുമരുന്നിൻ്റെ പൊതി സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള മാടക്കടയിൽ ലഭ്യമാണ്. അത് കൊടുക്കാൻ ആളുകൾ ധാരാളമുണ്ട്, അത് വാങ്ങാൻ ആളുകൾ ധാരാളമുണ്ട്. ആ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ വാങ്ങി ഉപയോഗിച്ച് ദൈവേഷ്ടത്തിൽ നിന്ന് മാറി സ്വേച്ഛയ്ക്ക് വിധേയമായി, തന്നിഷ്ടത്തിന് വിധേയമായി ജീവിച്ച് യൗവനത്തിൽ തന്നെ വാർദ്ധക്യം പേറുന്ന നിരവധി ആളുകൾ. നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത്, പേര് ഞാൻ പറയുന്നത് അത്ര ഉചിതമായിരിക്കില്ല, പ്രസിദ്ധനായ, കേരളത്തിൽ അറിയപ്പെടുന്ന, നമ്മുടെ യുവജനങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു സിനിമാ താരം, അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു, ഇപ്പോൾ താൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. മറ്റൊരാൾ കേരളത്തിലെ കൗമാരപ്രായക്കാരെയും യുവതി യുവാക്കന്മാരെയും ആവേശത്തിരയിൽ ആക്കി ഇന്ന് ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന, ഞാൻ പേര് പറഞ്ഞോട്ടെ വിനയത്തോടെ, വേടൻ. അത് അദ്ദേഹം
പരസ്യമായി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ അതിൽ നിന്ന് മോചിതനാകാൻ ശ്രമിക്കുകയാണ്. എത്ര ജീവിതങ്ങളാണ് ഇങ്ങനെ തന്നിഷ്ടപ്രകാരം നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട്, യുവതി യുവാക്കന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് ശുഭകരമായ ഒന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ശുഭകരമായ അനുഭവത്തിലേക്ക് നിങ്ങൾ വരുവാൻ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ജീവിതാനുഭവത്തിൽ നിന്ന് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. എൻ്റെ കൗമാരപ്രായത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിതത്തിൻ്റെ ഒരു നവീന തുറമുഖം കണ്ടെത്തി ആ തുറമുഖത്തിൽ നിന്ന് പുതിയൊരു തുറമുഖത്തിലേക്കുള്ള ആ യാനപാത്രത്തിൽ യാത്ര തുടരുന്ന ഒരു സിയോൻ സഞ്ചാരിയാണ് എളിയവനായ ഞാൻ. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട് എന്നെനിക്ക് ബോധ്യമായി. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസും തൻ്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് ഇത് പറയുന്നുണ്ട്. താൻ പറയുന്നത് ഇങ്ങനെയാണ്, 1-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം: എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വേർതിരിച്ചു വിളിച്ച ദൈവം. എൻ്റെ ജനനം മുതൽ, നോക്കണം, ഒരു വ്യക്തിയെ അവൻ്റെ ജനനം മുതൽ നിയന്ത്രിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അവനെ വേർതിരിച്ച് ചില ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കുവാൻ ദൈവത്തിന് പ്രസാദമാണ്. ഇനിയും ഞാൻ ഇതേ കാര്യം തന്നെ വേദപുസ്തക അടിസ്ഥാനത്തിൽ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കണ്ട മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. യെശയ്യാ പ്രവാചകൻ തന്നെക്കുറിച്ച് താൻ പറയുന്നത്, എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ദൈവം എന്നെ തൻ്റെ ദാസനായി വിളിച്ചു എന്നാണ്. 49-ാം അധ്യായത്തിലാണ് അത് താൻ പറയുന്നത്. ദൈവം യെശയ്യാവിനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ തൻ്റെ ദാസനായി വിളിച്ചു എന്ന്. ഇനിയും ഇരമ്യാവ് പറയുന്നത് ശ്രദ്ധിക്കുക. ഇരമ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ താൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിന്നെ, ദൈവം പറഞ്ഞ കാര്യമാണ്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ. അപ്പോൾ ഉദരത്തിൽ ഉരുവായപ്പോഴല്ല, നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഞാൻ ഈ വചനങ്ങൾ വായിച്ചത് എന്തിനാണെന്നറിയാമോ? എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ ഉരുവാകുന്നതിനു മുമ്പ് ദാവീദ് തൻ്റെ പ്രിയങ്കരമായ സങ്കീർത്തനത്തിൽ തൻ്റെ ആ മനോഹരമായ വീണ ഉപയോഗിച്ച്, കിന്നരം ഉപയോഗിച്ച് താൻ പാടിയ കവിതയിൽ താൻ പറഞ്ഞത് എന്താ? ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ അല്ല, ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നാണ്. PS തമ്പാൻ എന്ന എളിയവൻ പറയട്ടെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഈ ഉലകമുണ്ടാകുന്നതിന് മുമ്പ് ദൈവം എൻ്റെ ജീവചരിത്രം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അമ്മയുടെ ഗർഭാശയത്തിലേക്ക് എന്നെ വിട്ടത്, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് എന്നെ വിട്ടത്. ഇന്നുവരെ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ആ പുസ്തകത്തിൽ എഴുതി വെച്ചതനുസരിച്ചാണ്. എൻ്റെ മരണം വരെയുള്ള എൻ്റെ ജീവിതം ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതെൻ്റെ കാര്യം മാത്രമല്ല, ഉലകത്തിൽ ആദാം മുതൽ ഭൂമിയിൽ പിറന്നിട്ടുള്ള സകല മനുഷ്യരുടെയും പേര് വെച്ച് ദൈവം എഴുതി വച്ചിരിക്കുന്ന ജീവചരിത്ര പുസ്തകമുണ്ട്. എൻ്റെ ജീവചരിത്രത്തിൽ ദൈവം എഴുതി വച്ചിരുന്ന ഒരു കാര്യമാണ് എന്ത്? ഞാൻ പ്രേഷിതനായി തീരണം എന്നുള്ളത്, ഞാൻ സുവിശേഷകനായി മാറണം എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. സ്നേഹിതരെ, ഞാൻ വളരെ വളരെ ആത്മസംതൃപ്തിയോടും സന്തോഷത്തോടും അതിലുപരി ആത്മീക ആനന്ദത്തോടും കൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കട്ടെ. എൻ്റെ വിളി അനിതര സാധാരണമായൊരു വിളിയായിരുന്നു. ദൈവം എന്നെ വിളിച്ചിരുന്നു എന്നുള്ളത് തൻ്റെ നിർണയമാണ്. അത് തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന കാര്യമാണ്. ദൈവം എന്നെ നിയമിച്ചു, അപ്പോയിൻ്റ് ചെയ്തു, നിയമിച്ചു എന്നുള്ളത് തൻ്റെ പുസ്തകത്തിലും തൻ്റെ ഹൃദയത്തിലും കുറിച്ചു വെച്ച കാര്യമാണ്. ദൈവം എനിക്കൊരു ശുശ്രൂഷ അസൈൻ ചെയ്തിരുന്നു എന്നുള്ളത് തൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് അത് അജ്ഞാതമായിരുന്നു, എനിക്ക് അത് അറിയില്ലായിരുന്നു.
ഓരോ വ്യക്തിയുടെയും ജീവിതം ഇങ്ങനെ തന്നെയാണ്. നമ്മൾക്കറിയില്ല. പക്ഷേ ദൈവം നമ്മളെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിടുമ്പോൾ, ആ പ്രത്യേക വ്യക്തിയിലേക്ക് നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചത്, ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്ന്. ദൈവം ഓരോരുത്തരെയും തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത് പ്രത്യേക നിയോഗം അനുസരിച്ചാണ്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വേഗം പറയാം. ഒന്ന് രണ്ടല്ല, ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കാം. ഒന്ന്, മോശയെ ദൈവം വിളിച്ചത് എങ്ങനെയാണ്? ഹോരേബിൽ അഗ്നിജ്വാലയിൽ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവം ആ തീക്കകത്ത് നിന്ന് വിളിച്ചു, മോശയെ മോശയെ. അന്തിച്ച് മോശ നോക്കി, ഈ തീക്ക് എൻ്റെ പേരെങ്ങനെ അറിയാം? അത് തീയല്ലായിരുന്നു, അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായ സ്വർഗത്തിലെ ദൈവമായിരുന്നു. അവനെ വിളിച്ച് 40 വർഷം പാഴാക്കിയ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം നൽകി തുടർന്നുള്ള 80 വർഷങ്ങൾ മരുഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ആ ദൈവദാസനെ ദൈവം മരുഭൂമിയുടെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആ ദൈവദാസനെ വേർതിരിക്കുകയായിരുന്നു. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കുക, പുതിയ നിയമത്തിലേക്ക് വന്നാൽ പൗലോസിനെ അഥവാ ശൗൽ എന്നറിയപ്പെട്ട ആ മനുഷ്യനെ വിളിച്ചതെങ്ങനെയാണ്? മധ്യാഹ്ന സൂര്യനെ കവിയുന്ന വെളിച്ചം അവനെ ചുറ്റിമിന്നി, അവൻ വീണു. ആ വെളിച്ചത്തിൽ നിന്ന് അവൻ കേട്ടു ഒരു ശബ്ദം, ശൗലേ ശൗലേ. ആ വിളിയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന ചോദ്യം. നീ ഉപദ്രവിക്കുന്ന നസറേയനായ യേശുവാണ് ഞാൻ. അതായിരുന്നു ദൈവദാസനായ പൗലോസ് എന്ന് പറയുന്ന വിശ്വോത്തര വേദപണ്ഡിതൻ്റെയും അപ്പോസ്തലൻ്റെയും പ്രേക്ഷിത വൃത്തിയുടെ ജന്മഹേതു എന്നോർക്കണം പ്രിയപ്പെട്ടവരെ. ഇനി നോക്കുക, ജീവിതത്തിൽ അനുദിന ജീവിതത്തിന് വേണ്ടി, ജീവിത സന്ധാരണത്തിന് വേണ്ടി കടലിനോട് മല്ലടിക്കുന്ന മത്സ്യബന്ധനക്കാർ അവർ കയറിയിരിക്കുന്ന പടകിനടുത്ത് ചെന്ന് ആ പടകിൽ കയറിയൊക്കെ അവർ വല നന്നാക്കുമ്പോൾ ആ കരയിലൂടെ നടന്ന് അവരെ വിളിക്കുകയാണ്, എൻ്റെ പിന്നാലെ വരിക. മത്തായി എന്ന് പറഞ്ഞ ടാക്സ് കളക്ടറെ അദ്ദേഹത്തിൻ്റെ ടാക്സ് കളക്ട് ചെയ്യുന്ന ബൂത്തിൽ ചെന്ന് യേശു വിളിച്ചു, എൻ്റെ പിന്നാലെ വരിക. ഞാനിങ്ങനെ പറഞ്ഞാൽ ആ പട്ടിക നീളും. ഓരോരുത്തരെയും വലിയവനായ കർത്താവ് തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി വിളിക്കുന്നത് പ്രത്യേകമായ, നിയോഗിക്കുന്നത് പ്രത്യേകമായ വിധത്തിലാണ്, പ്രത്യേകമായ ഉപാധികളിലാണ്, പ്രത്യേകമായ വിധത്തിലാണ് ആ കാര്യങ്ങൾ ചെയ്യുക. എളിയവനായ പാവപ്പെട്ടവനായ എന്നെ ഒരു വലിയ വട്ടപൂജ്യം എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന എന്നെ അനിതര സാധാരണമായ വിധത്തിലാണ് സ്വർഗത്തിലെ ദൈവം ഈ ദൗത്യത്തിന് വേണ്ടി വിളിച്ചത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞാൻ അത്ര വലിയ ബ്രില്യൻ്റൊന്നും അല്ലായിരുന്നു. എന്നാൽ കുറഞ്ഞ പക്ഷം ക്ലാസ് മാർക്കെങ്കിലും ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആവറേജിന് മുകളിലുള്ള, എബവ് ആവറേജ് എന്ന് പറയാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ എൻ്റെ പഠനരംഗത്ത് വളർന്നത്. 74-ൽ എന്നോടൊപ്പം എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള, ഫൈനൽ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ഓർത്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. അന്ന് ഞാൻ നന്നായി പഠിച്ചു വരികയാണ്. ലാസ്റ്റ് ടൈം ആയപ്പോൾ എക്സാമിനേഷന് 45 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ചിക്കൻ പോക്സ് പിടിച്ചു. ചിക്കൻ പോക്സ് 2 ആഴ്ച കൊണ്ട് മാറി. ഞാൻ കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകാൻ ആകുമ്പോഴേക്കും എൻ്റെ ഈ ചിക്കൻ പോക്സ് വന്ന ആ പാടുള്ള ഓരോ സ്ഥലങ്ങളിലും മുഖക്കുരു പോലെ പഴുത്ത വ്രണമായിട്ട് വീണ്ടും വലിയ പ്രയാസമുണ്ടായി. കൃത്യം 45 ദിവസം എനിക്ക് സ്കൂളിൽ ഹാജരാകാൻ കഴിഞ്ഞില്ല. മോഡൽ എക്സാമിനേഷൻ ഞാൻ എഴുതിയില്ല. മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് താഴെ എൻ്റെ അമ്മയുടെ കയ്യിൽ, അടുത്ത് വന്നാൽ ഇത് പകരുന്ന രോഗമാണല്ലോ, അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ കുറേ സ്റ്റെപ്പുകളുണ്ട് താഴോട്ടിറങ്ങിപ്പോകാൻ. ആ സ്റ്റെപ്പുകൾക്ക് താഴെ എൻ്റെ കൂട്ടുകാർ വന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടു. ഞാനത് നോക്കും. അവസാന ടൈമിൽ പഠിപ്പിച്ചതൊന്നും എനിക്കറിയില്ല. ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ, എനിക്കറിയില്ല എങ്ങനെ എക്സാമിനേഷൻ എഴുതും. എൻ്റെ പിതാവ് സ്കൂളിൽ പോയി എൻ്റെ പ്രധാനാധ്യാപകൻ HM കണ്ടിട്ട് പറഞ്ഞു, സാറേ എൻ്റെ മോൻ ഇങ്ങനെയുള്ളൊരു വിഷയമാണ്. അപ്പോൾ പറഞ്ഞു,
തമ്പാൻ ഇങ്ങനെ സുഖമില്ല എന്നുള്ളവരെ ഞങ്ങൾ അറിഞ്ഞു. മാക്സിമം ഞങ്ങൾ ലീവൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇടാവുന്ന ഹാജരൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദർ ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചു. അതിതാണ്, അടുത്ത വർഷം എൻ്റെ മോൻ ഈ സ്കൂളിൽ ചേർന്ന് പഠിക്കട്ടെ, പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ എക്സാം എഴുതട്ടെ. എന്നാൽ ഓർക്കണേ, ആ തമ്പി സാർ എന്ന് പറഞ്ഞ ആ ഹെഡ് മാസ്റ്റർ പറഞ്ഞ ഇതാണ്, ഞങ്ങളുടെ ഈ സ്കൂളിലെ നല്ല വിദ്യാർത്ഥികളിൽ ഒരാളാണ് തമ്പാൻ. എൻ്റെ പിതാവ് അത് കേട്ട് കണ്ണു നിറഞ്ഞ് ഞങ്ങളുടെ സഭയിൽ വന്ന് എന്നെക്കുറിച്ച് എൻ്റെ എച്ചം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നിട്ട് എൻ്റെ പിതാവിനോട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ 100 വട്ടം ഞങ്ങൾ തമ്പാൻ അത് കൊടുക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എഴുതാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ എഴുതുക, വിട്, അവൻ മിടുക്കനായ കുട്ടിയാണ്, അവൻ ജയിക്കും എന്ന് പറഞ്ഞ് എൻ്റെ പിതാവിനെ സാന്ത്വനിപ്പിച്ച് എൻ്റെ എച്ചം അയച്ചു. വീട്ടിൽ വന്ന് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു, ഞാൻ ഈ എക്സാം എഴുതി തോറ്റുപോകും. എന്നാൽ ആ ദിവസങ്ങളിൽ ഒന്നിൽ ഒരു അതിവേദന ഉണ്ടായ ദിവസം കൂടെ ആയിരുന്നു അത്. എൻ്റെ ഈ വാരിയലിനോട് ചേർന്നുണ്ടായ ഒരു വ്രണത്തിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദന, അതിവേദന കൊണ്ട് ഞാൻ പുളഞ്ഞ രാത്രിയായിരുന്നു അത്. ആ സമയത്തും എൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ, ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സാക്ഷ്യമൊക്കെ നിർവഹിക്കുന്നതാണ്. എന്നാൽ ഞാൻ കിടക്കുന്ന കട്ടിലിന് താഴെ ഏത് സമയത്തും ഒരു പുൽപ്പ വിരിച്ചിരിക്കും. എപ്പോൾ രാത്രിയിൽ ഞാൻ ഉണരുന്നോ അപ്പോഴെല്ലാം ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. ഈ പ്രത്യേക രാത്രിയിൽ അതികഠിനമായ വേദനയിൽ പുളഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളല്ല. എൻ്റെ പിതാവും മാതാവും എന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്ന ഒരു ജോലി കണ്ടെത്തി അവരുടെ ജീവിത സന്ധാരണം എന്നിലൂടെ നടന്ന് ആവുന്ന വിധത്തിൽ ഞാൻ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കണം എന്നാണ് എൻ്റെ മാതാപിതാക്കളുടെയും താല്പര്യം. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ മുമ്പിൽ ഒരു ഉപസമ്മതം ചെയ്യുന്നു, ഒരു തീരുമാനമെടുക്കുന്നു. ഈ എക്സാമിനേഷൻ ഞാൻ എഴുതുകയും 1ാമത്തെ ചാൻസിൽ തന്നെ ഞാൻ പാസ്സാകുകയും ചെയ്താൽ കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്ന് ഒരടയാളമായി ഞാൻ അതിനെ എടുക്കും. ഞാൻ വേറൊരു ജോലിക്ക് പോയില്ല, എൻ്റെ കർത്താവിൻ്റെ വേല ഞാൻ ചെയ്യും എന്ന് ഞാൻ തീരുമാനിച്ചു. ശാന്തമായി പിന്നെ ഞാൻ ഉറങ്ങി. പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നത് ഈ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊക്കെ എടുക്കുന്ന സമയമുണ്ടല്ലോ, ഈ സർട്ടിഫിക്കറ്റ് ബുക്കിൽ എഴുതാൻ വേണ്ടി, ആ സമയത്താണ്. അത് കഴിഞ്ഞ് എക്സാം ആരംഭിച്ചു. ചുരുക്കി ഞാൻ പറയാം, ഓരോ എക്സാം എഴുതുമ്പോഴും എനിക്ക് 100 അല്ല 101% കോൺഫിഡൻസ് ഉണ്ടായി ഞാൻ ജയിക്കുമെന്ന്. എന്നാൽ അവസാനത്തെ പേപ്പർ കണക്കായിരുന്നു, മാത്തമാറ്റിക്സ്, ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും. ഫസ്റ്റ് പേപ്പർ എഴുതാനിരുന്നു, ഞങ്ങളുടെ സിലബസിലുള്ള ചോദ്യങ്ങളെ അല്ല, ആൻസർ ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് പേപ്പർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് പേപ്പറിലെ ചോദ്യം പടപീടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തവും കൊളുത്തി പടയെന്ന് പറഞ്ഞതുപോലെ അത് പണ്ടത്തേതിൻ്റെ പിന്നത്തേതായി. ഒന്നും എഴുതാൻ പറ്റില്ല. അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, അതിശയോക്തി ഒട്ടും കലർത്താതെ ഞാൻ പറയട്ടെ, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ പേപ്പറിലോട്ട് എഴുതി വെച്ചിട്ട് ഞാൻ പേപ്പർ വിൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോരും. ഏതാണ്ട് 3.5 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുന്നത്. പോകണം വീട്ടിലേക്ക്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങി പമ്പയാറിൻ്റെ മുകളിലൂടെയുള്ള ആ പാലത്തിലൂടെ നടന്നു പോരുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, സ്തോത്രം, ദൈവമേ, നിൻ്റെ ഹിതം എന്താണോ അത് നിറവേറട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല, അങ്ങയുടെ വേലയ്ക്ക് എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ ഈ വിഷയത്തിന് തോക്കും, ഞാൻ ഈ ചാൻസിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ ഈ വിവരം എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അറിയിച്ചു. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പിതാവ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്,
അപ്പോൾ ഇത് മാർച്ച് മാസത്തിൽ ആണ് ഈ എക്സാം എഴുതി കഴിയുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 മാസം അവധിയാണല്ലോ, സ്കൂളൊന്നും നടക്കില്ല. പറഞ്ഞു മോൻ വീട്ടിൽ നിൽക്കണ്ട. ഈ സമയത്താണ് പത്തനാപുരത്ത് കേരള ബൈബിൾ സ്കൂൾ എന്നു പേരുള്ള ഒരു ബൈബിൾ സ്കൂള് KV ജോർജ് സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. മോൻ അവിടെ പോയി ബൈബിൾ പഠിക്കാൻ പറയും. തിങ്കൾ തൊട്ട് വെള്ളി വരെയാണ് അവിടുത്തെ ക്ലാസ്. വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ വരാം. ശനിയും ഞായറും എൻ്റെ സഭയിൽ എനിക്ക് ആരാധിക്കാനുള്ള സൗകര്യമുണ്ട്. എൻ്റെ പിതാവ് എന്നെ കൊണ്ടുവന്ന് അവിടെ ആക്കി. ചുരുക്കി കൂട്ടി ഞാൻ പറയട്ടെ, ഒരു വെള്ളിയാഴ്ചയാണ് റിസൾട്ട് അറിയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചു, എൻ്റെ ഈ 2 മാസം വേറെ പുസ്തകം പഠിക്കുക. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം സുവിശേഷകനാക്കാനല്ലായിരുന്നു, വചനം പഠിക്കട്ടെ, ഉപദേശ സത്യങ്ങളൊക്കെ പഠിക്കട്ടെ. ആ കാഴ്ചപ്പാടിലാണ് കൊണ്ടുവന്ന് അവിടെ ആക്കിയത്. വെള്ളിയാഴ്ച എൻ്റെ അടുത്തിരുന്ന് പഠിച്ച ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം 10ാം ക്ലാസ് എഴുതിയിട്ട് എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഡേ സ്കോളറായിരുന്നു. രാവിലെ വരും, വൈകിട്ട് പോകും. അദ്ദേഹം പോയി തൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വന്നു, താൻ തോറ്റു. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കി പറയട്ടെ, എൻ്റെ പ്രധാന അധ്യാപകനായിരുന്ന KV ജോർജ് സാർ പറഞ്ഞു, തമ്പാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ കൂടെ വന്നിട്ട് വേണം പോകാൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം എനിക്ക് വണ്ടിക്കൂലിയും തന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, തമ്പാൻ ജയിച്ചു, ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. എൻ്റെ മനസ്സിൽ ചെറിയ തോതിൽ ഒരു ചിരി വരാതിരുന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ തള്ളിക്കളഞ്ഞില്ല. എന്നാൽ ഇതിനിടയ്ക്ക് നടന്ന സംഭവങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ബസ് ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ, പത്തനാപുരത്ത് നിന്ന് പുതുക്കുളത്ത് വന്ന് ബസ് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം എന്നെ എതിരേറ്റ് വന്നത് എൻ്റെ അമ്മയാണ്. ആടിനെ തീറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരാശയുടെ കൊള്ളിയാനൊന്നും മിന്നി. എന്താ, ഒരു പിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന് പറയുന്നത് പോലെ ഞാൻ ജയിച്ചു കാണും. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നീ ജയിച്ചെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. വീട്ടിലേക്ക് വന്നു. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ വേലയല്ലാതെ വേറൊന്നും ഞാൻ ചെയ്യില്ല. ഇതിനിടയ്ക്ക് നടന്ന പുകിലി ഞാനൊന്ന് പറയട്ടെ. ഈ കണക്കിൻ്റെ ചോദ്യം, ആ ചോദ്യ പേപ്പർ കേരളത്തിൽ വൻ വിവാദമായി. CH മുഹമ്മദ് കോയയായിരുന്നു അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് ചേലോട്ട് അച്യുതമേനോനായിരുന്നു. നിയമസഭയിൽ ഭയങ്കര ബഹളമായി ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ചൊല്ലി. ഇനിയും നിരത്തുകളിൽ വിദ്യാർത്ഥികൾ ഇറങ്ങി ഭയങ്കര സമരം, ബസ് തടയുക, വലിയ അക്രമമൊക്കെ നടന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക് അത് ഓർത്തെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുക. 74 SSLCയുടെ ഫൈനൽ എക്സാമിനേഷൻ്റെ കണക്കിൻ്റെ വിവാദമാണ് ഞാനിവിടെ പറഞ്ഞത്. എന്നാൽ കേൾക്കണോ, ഞാനെങ്ങനെ ജയിച്ചതെന്നറിയണോ? ചേലോട്ട് അച്യുതമേനോൻ, അച്യുതമേനോൻ എന്ന കേരള മുഖ്യമന്ത്രി ഈ വിവാദങ്ങൾക്കിടയിൽ സമരങ്ങൾ നടന്ന ആ കാലഘട്ടത്തിൽ അതിനറുതി കുറിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. അന്ന് ഈ ഗ്രൂപ്പ് സിസ്റ്റമൊന്നുമില്ല, എല്ലാ വിഷയത്തിനും ജയിക്കണം. അപ്പോൾ കണക്കിന് തോറ്റാൽ ആ ചാൻസ് തോറ്റത് തന്നെയാണ്. അദ്ദേഹം ഇറക്കിയ വിജ്ഞാപനം ഇതായിരുന്നു, മറ്റു വിഷയങ്ങൾക്കെല്ലാം ജയിക്കുന്ന കുട്ടികൾക്ക് കണക്കിന് മോഡറേഷൻ നൽകി ജയിപ്പിച്ചേക്കും. സംശയമുള്ളവർക്ക് എൻ്റെ SSLC ബുക്ക് ഞാൻ തരാം. കൃത്യം 35 മാർക്കാണ് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ കരുണയിൽ ലഭിച്ച് ഞാൻ ആ ചാൻസിൽ ജയിക്കുന്നത്. ഞാൻ ഒരു വസ്തുത തുറന്നു പറയട്ടെ, എന്നെ കർത്താവ് സുവിശേഷകനായി വിളിച്ചു എന്ന കാര്യത്തിൽ തെല്ലിയുടെ സംശയം എനിക്കില്ല, അണുവിയുടെ സംശയമില്ല. കാരണം എന്താ, കേരള ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചാണ്. അനിതര സാധാരണമായ വിളിയാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞാൻ വ്യക്തമായി പറയും. ദൈവം എന്നെ വിളിച്ചതാണ്, ഞാൻ സ്വയം ഒരു സുവിശേഷകനായതാണ്. അങ്ങനെ 1974 ദൈവത്തിന് സ്തോത്രം, മെയ് മാസത്തിലെ ഒരു ഞായറാഴ്ച എൻ്റെ പിതാവിനോടും മാതാവിനോടും സഹോദരങ്ങളോടും ആലോചിക്കാതെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പഴയ ബൈബിൾ, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കറുത്ത ബൈൻഡിട്ട ബൈബിളായിരുന്നില്ല,
ഒരു പച്ച ബൈൻഡിട്ട ബൈബിളായിരുന്നു. ആ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ കർത്താവ് എന്നെ തൻ്റെ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് എന്നെ സമർപ്പിക്കുകയാണ്. അന്ന് ഞാൻ പാടിയ പാട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. EL ജേക്കബ് സാറിൻ്റെ പാട്ടാണ്. യേശു മതി എനിക്ക്, യേശു മതി എനിക്കെന്നേക്കും, എന്നേശു മാത്രം മതി എനിക്കെന്നേക്കും. ഇന്നും ഞാൻ ഇരുകരങ്ങൾ ഉയർത്തി പറയട്ടെ, എനിക്ക് ഇന്നും എൻ്റെ യേശു മതി. എൻ്റെ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ യേശു മതി. ഇത് നിങ്ങൾക്കൊരു വെല്ലുവിളിയാകട്ടെ. ദൈവം ഒരുത്തനെ നോട്ടമിട്ടാൽ അവനെ കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ആക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വം.